സുഖല്ലേ? അപ്പം എല്ലാവരും വീട്ടിൽ നിന്നിപ്പോൾ കളിച്ച് രസിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മുടെ വെക്കേഷനൊക്കെ കഴിയാനായി. ഇനി ഒരാഴ്ച മാത്രമേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. അപ്പോൾ എല്ലാവരും നിങ്ങൾ കളിച്ച് നടക്കുന്ന സമയത്ത് കുറച്ചൊക്കെ പഠനത്തിലൊക്കെ ഏർപ്പെടുന്നുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അതൊക്കെ വീട്ടിൽ നിന്നൊക്കെ ചെയ്ത് പഠിക്കുന്നുണ്ടാവും അല്ലേ? നല്ല കുട്ടികളായിട്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ടീച്ചർ ഇന്ന് നിങ്ങൾക്ക് ഹിന്ദിയിൽ നമുക്ക് ഒരു പോസ്റ്റർ എങ്ങനെ തയ്യാറാക്കും, ഒരു പോസ്റ്റർ നല്ല ഭംഗിയിൽ എങ്ങനെ തയ്യാറാക്കുന്ന കാര്യം നമുക്ക് ഇന്ന് പഠിപ്പിച്ചു തരാം. അല്ല, റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു പോസ്റ്റർ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ അത് കണ്ടാൽ, ആ ഒരു പോസ്റ്റർ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലൊരു പോസ്റ്റർ ആയിരിക്കണം അല്ലേ? മറ്റുള്ളവർ കാണുമ്പോൾ അത് നോക്കിപ്പോണം. ആ ഒരു പോസ്റ്റർ കണ്ടാൽ അത് കണ്ടിട്ട് വേണം നമുക്ക് അതിനോട്, ആ ഒരു പോസ്റ്റർ കണ്ടിട്ട് വേണം നമുക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജലസംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞാൽ നമ്മൾ നല്ല ഭംഗിയിൽ തയ്യാറാക്കും അല്ലേ? എന്നാൽ മാത്രമേ അത് പെട്ടെന്ന് ആ ഒരു പോസ്റ്റർ നമ്മൾ കാണുമ്പോൾ നമുക്ക് ജലം സംരക്ഷിക്കണം എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ നിന്ന് എന്താണ് ആ ഒരു പോസ്റ്റർ കണ്ടിട്ട് അല്ലേ? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്ത് വേണം? നിങ്ങൾ 5ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? 5ാം ക്ലാസ്സിലെ അവസാന ഭാഗത്തൊക്കെ നമ്മൾ പോസ്റ്റർ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പോസ്റ്റർ എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയിലൊരു ബോർഡറൊക്കെ വരച്ച് നല്ല അട്രാക്റ്റീവായിട്ട് നല്ല ചിത്രമൊക്കെ ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട അതിന് യോജിച്ചൊരു ചിത്രമൊക്കെ വരച്ച് നല്ല ഭംഗിയിൽ തയ്യാറാക്കും അല്ലേ? അപ്പോൾ നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ ഒന്നും കൂടി ഒരു ഓർമ്മ പുതുക്കലായിട്ടാണ് ചിലപ്പോൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും ഒന്നും ഇവിടെ ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞു ആദ്യം എന്ത് വേണം? നല്ല ഭംഗിയിൽ ഒരു ബോർഡർ അത്യാവശ്യം അല്ലേ? പോസ്റ്റർ എന്ന് പറയുമ്പം ഒരു ബോർഡർ അത്യാവശ്യം. അപ്പോൾ ആദ്യം 4 സൈഡും നമ്മളിങ്ങനെ വരക്കുക. അതിനുശേഷം പിന്നെ എന്ത് വേണം? മെയിൻ തലക്കെട്ട് എന്ന് പറയും അല്ലേ? അല്ലെങ്കിൽ മെയിൻ അതിൻ്റെ ഉള്ളടക്കം, അതിൽ വരേണ്ട മെയിൻ ആ ഒരു വിഷയം എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാചകം, ഒരു സ്ലോഗൻ രൂപത്തിലൊക്കെ ഇവിടെ സെൻട്രൽ ഭാഗത്തായിട്ട് നല്ല ഭംഗിയിൽ നല്ല കുറച്ച് വലുപ്പം കൂട്ടിയിട്ട് എഴുതണം. അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, ബോർഡർ വരച്ചു. ഇപ്പോൾ ടീച്ചർ പറയാം, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ പ്രകൃതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്ററാണ് നിങ്ങളോട് തയ്യാറാക്കാൻ പറയുന്നത്. അപ്പോൾ പോസ്റ്റർ നമുക്ക് അതുപോലെ 2 തരത്തിലുള്ള പോസ്റ്റർ ഉണ്ട്. അപ്പം ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമുക്ക് പരീക്ഷയിൽ ചോദിക്കും സന്ദേശാത്മക പോസ്റ്റർ അല്ലേ? സന്ദേശാത്മക പോസ്റ്റർ എന്ന് ചോദിക്കും പരീക്ഷയിൽ. എന്തായത് വായിക്കുക? സന്ദേശാത്മക അല്ലേ? സന്ദേശാത്മക പോസ്റ്ററാണ് ഇന്ന് പഠിക്കുന്നത്. സന്ദേശാത്മക പോസ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഒരു സന്ദേശാത്മകം എന്ന് പറഞ്ഞാൽ ഒരു സന്ദേശം അല്ലേ? സന്ദേശം, അതിൽ നിന്ന് നമുക്ക് ആ ഒരു പോസ്റ്റർ നമുക്ക് മെസ്സേജ് കിട്ടിയിരിക്കണം. അത് കണ്ടാൽ ആൾക്കാർക്ക് അത് സംരക്ഷിക്കണം എന്നുള്ളൊരു ബോധ്യം മനസ്സിൽ ഉണ്ടാകും. അപ്പോൾ ടീച്ചർ പറഞ്ഞു പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടൊരു സന്ദേശാത്മക പോസ്റ്ററാണ് നിങ്ങളോട് തയ്യാറാക്കാൻ പറയുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ വരച്ചു. പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടൊരു അനുയോജ്യമായ ഒരു ചിത്രം വരും. പോസ്റ്ററാണ് നമ്മൾ നോക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചിത്രം അതിനുള്ളിൽ നല്ലൊരു മെസ്സേജ് കൊടുത്തിരിക്കണം. പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടൊരു മെസ്സേജ്. वन है तभी जीवन है. ഒന്ന് വായിച്ചെല്ലാവരും. വൻ ഹേ തബി ജീവൻ ഹേ. ഇപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? വനം ഉണ്ടെങ്കിലേ ജീവനുള്ളൂ അല്ലേ? ഇപ്പൊ നമ്മള് ഇന്നത്തെ കാലം നമ്മളെല്ലാവരും വനമൊക്കെ ആകെ നശിപ്പിക്കുക അല്ലേ? മരങ്ങളൊക്കെ വെട്ടി മുറിച്ച് ഇപ്പൊ നമ്മുടെ പ്രകൃതിയൊക്കെ നമ്മൾ എന്താ
നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ പ്രകൃതിയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കണം, പ്രകൃതിയെ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തണം അല്ലേ? അപ്പോൾ ഇതുപോലത്തെ ഒരു പോസ്റ്ററൊക്കെ കണ്ടാൽ നമുക്ക് തോന്നണം നമ്മുടെ ജീവന്റെ ഒരു ഭാഗമാണ്, നമ്മുടെ ജീവൻ തന്നെയാണ് പ്രകൃതി അല്ലേ? അപ്പോൾ ടീച്ചർ ഇവിടെ എഴുതി വൻ ഹേ കവി ജീവൻ ഹേ അല്ലേ? വനം ഉണ്ടെങ്കിൽ നമുക്ക് നാളെയുള്ളൂ അല്ലേ, ജീവനുള്ളൂ. അപ്പോൾ ഇത് ഒരു മോഡൽ പോസ്റ്റർ നിങ്ങൾക്ക് ഞാനിവിടെ തന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പോസ്റ്റർ എന്ന് പറയുമ്പോൾ സന്ദേശാത്മക പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞാൽ എളുപ്പമാണ്. ബോർഡർ വരിക, നല്ല ഭംഗിയിൽ ലേ ഔട്ട് ചെയ്യുക, നല്ലൊരു ക്രയോൺസും കളറൊക്കെ ഉപയോഗിച്ച് വരിക. അതിൻ്റെ ഉള്ളിൽ ഒരു ചിത്രം സൈഡിൽ വരച്ചാലും മതി, എന്നിട്ട് നടുവിൽ നിങ്ങൾ വലുതായിട്ട് എഴുതിയാലും മതി. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? പേട് ലഗാവോ ജീവൻ ബച്ചാവോ അല്ലേ? മരം സംരക്ഷിക്കൂ, ജീവൻ സംരക്ഷിക്കൂ. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ സ്ലോഗൻസ് കോട്ടിങ്സ് നിങ്ങൾക്ക് എഴുതിയിട്ട് ആ വിഷയമായിട്ട് ഏതാണ് ആ വിഷയം തന്നത് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റർ ഇങ്ങനെയാണ് നിങ്ങൾ തയ്യാറാക്കുന്നത്. അപ്പം പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ലേ ഔട്ട് ശ്രദ്ധിക്കണം, ഓരോന്നിനും ഓരോ മാർക്കാണ്. ലേ ഔട്ട് ബോർഡർ ശ്രദ്ധിക്കുക, അതിന് അനുയോജ്യമായ ചിത്രം വരക്കുക, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എഴുതുന്ന ലളിതമായിട്ടുള്ള ചെറിയ ചെറിയ സെൻറ്റൻസ്, ചെറിയ ചെറിയ സ്ലോഗൻസ്, മെസ്സേജ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പോസ്റ്റർ ശ്രദ്ധിക്കേണ്ടത് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാവരും മക്കള് നോട്ടിൽ ഈ ഹെഡിങ് എഴുതി ഈ പോസ്റ്റർ നല്ല ഭംഗിയിൽ കളറൊക്കെ ചെയ്തിട്ട് നോട്ടിൽ തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ കളറൊക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഉള്ളിൽ ഡാർക്ക് കളർ കൊടുത്തിട്ട് എഴുതിയത് കാണാതായി പോയത്. ഇപ്പോൾ മക്കൾ ശ്രദ്ധിക്കണം, പോസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ലേ ഔട്ട് നല്ല ഭംഗിയിൽ ബോർഡർ കളർ കൊണ്ട് വരയ്ക്കുക. ഉള്ളിൽ ഒരു ചിത്രം, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രം, അതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയിൽ ലളിതമായ സ്ലോഗൻ സന്ദേശം ഇതുപോലെ ചേർത്തിട്ട് എഴുതും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പോസ്റ്ററിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ കളറൊക്കെ നൽകിയിട്ട് ചെയ്യും. ഇപ്പോൾ ടീച്ചർ ഒരു മോഡൽ നിങ്ങൾക്ക് പോസ്റ്ററിൻ്റെ മോഡൽ നിങ്ങൾക്ക് നല്ല ഭംഗി ചെയ്തെന്ന് കാണിച്ചു തരാം. അപ്പോൾ മക്കളെ ഇനി ചെയ്യേണ്ടത് നിങ്ങൾ സ്വയം ഇതുപോലെ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അതിൻ്റെ ഒരു വിഷയം ഹോംവർക്കായി ടീച്ചർ തരാം, നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. ജലസുരക്ഷാ ദിൻ കെ ബാരെ മേ एक സന്ദേശാത്മക പോസ്റ്റർ തയ്യാർ കരേ എന്നുള്ള ചോദ്യം തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ജലസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ. അപ്പോൾ എന്താ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജൽ ഹേ ജീവൻ ഹേ അല്ലേ? ജലമാണ് ജീവൻ അല്ലേ? അപ്പം അതുപോലെ ചെറിയ ചെറിയ ജലമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സ്ലോഗൻ പോലെ നിങ്ങൾ ഉള്ളിൽ കൊടുത്ത് നല്ല ഭംഗിയിൽ ജലമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പൈപ്പിൽ നിന്ന് വെള്ളം മുറ്റിയിട്ട് വീഴുന്ന ചിത്രമോ അല്ലെങ്കിൽ മഴത്തുള്ളിയുടെ ഉള്ളിൽ നല്ല ഭൂമി അങ്ങനെയൊക്കെ വരച്ചിട്ട് നല്ല ഭംഗിയിൽ ഒരു ചിത്രം വരച്ച് ഇതുപോലെ അതിൽ സെൻട്രലായിട്ട് എഴുതിയിട്ട് ഔട്ട്ലൈനൊക്കെ വരച്ച് നല്ല ഭംഗിയിലൊരു പോസ്റ്റർ നിങ്ങൾ സ്വയം ഒന്ന് ചെയ്തു. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, പോസ്റ്റർ തയ്യാറാക്കാൻ പഠിച്ചു. അപ്പോൾ മക്കൾ ചെയ്യേണ്ടത് നമ്മൾ ഹിന്ദി അക്ഷരം എല്ലാവരും ഒന്ന് വീട്ടിൽ നിന്ന് എഴുതി പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂൾ തുറന്ന് വരുമ്പോഴേക്കും ഇതൊക്കെ മറന്നു പോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ പിറകിൽ തന്നെ ഉണ്ട്. ഇതൊക്കെ അതൊന്നും കൂടി ഒന്ന് എഴുതി ഓർമ്മ പുതുക്കുക. അത് നിർബന്ധമായും ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂൾ തുറന്ന് വരുമ്പോഴേക്കും അത് മൊത്തമായിട്ട് മറന്നു പോകും. അപ്പോൾ മക്കൾ അതൊന്ന് എഴുതി പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് ബാക്കി കാര്യം അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.